സി സ്പോട്ട്ലൈറ്റ് സോ പ്രോ എന്ന ടാഗ് ലൈനുമായിട്ടാണ് ഈ ഒരു ഡിവൈസ് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഗൈസ് നമ്മുടെ വിവോൻ്റെ ഏറ്റവും പ്രീമിയം ഫോണായിട്ടുള്ള വിവോ V70 എലീറ്റ് എന്ന് പറയുന്ന ഫോൺ. ഇതൊരു കിട്ടുക്കാച്ചി ഫോണാണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്നാലും നമുക്ക് ചുരുങ്ങിയ രീതിയിൽ നമുക്കത് സംസാരിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രൈസിങ് ഇതുവരെ വന്നിട്ടില്ല. ഇത് ഫെബ്രുവരി 19 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം ഒരുപക്ഷെ മലയാളത്തിൽ ഈ ഒരു ഫോണിൻ്റെ ആദ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത്. സോ ആ ഒരു റിവ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസിങ് ഏകദേശം ഒരു 50,000 to 60,000 ഇടയിൽ വരികയാണെങ്കിൽ ഇതൊരു അടിപൊളി ഫോണായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് നടത്താം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഒരു കിട്ടുക്കാച്ചി ഫോൺ കേട്ടോ. എൻ്റെ ബനിയനും ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ഇട്ടാണെന്ന് ടീഷർട്ട്. അടിപൊളിയായിട്ടില്ലേ? സൂപ്പർ ലുക്കാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ വേറെയും കുറേ കളേഴ്സ് വരുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് നമുക്കൊരു കേസ് വരുന്നുണ്ട്, ട്രാൻസ്പാരൻറ്റ് കേസ്. എന്തിനാണ് കേസ് ഈ ട്രാൻസ്പാരൻറ്റ് കേസ് കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് മഞ്ഞ കളറാവും. പിന്നെ എന്തിനാണ് കൊടുത്തേക്കുന്നത്? ഇത്രയും അടിപൊളി ഫോണൊക്കെ ഇറക്കിയിട്ട് ഈ ട്രാൻസ്പാരൻറ്റ് കേസ് കൊടുക്കാനാണ്. ആ റെഡ്മിക്കാർ കൊടുക്കണ മാതിരി ബ്ലാക്ക് കേസ് കൊടുക്കണ്ടേ? പിന്നെ നമുക്ക് ഒരു അടിപൊളി ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇതിൽ ബോക്സിൽ വരുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ വിവോയിലൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ BBKയുടെ അണ്ടറിലുള്ള കമ്പനികളിലെ ഫോണുകളിൽ കണ്ടുവരുന്ന ആ ഒരു ചാർജറിൻ്റെ ഫോർമാറ്റിൽ നിന്ന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ഷേപ്പിൽ ചെറിയ മാറ്റം വന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നണേ. ഇനി ഒരു പക്ഷേ V series ആയതുകൊണ്ട് ഇങ്ങനത്തെ മോഡൽ കൊടുത്താണോന്ന് അറിയില്ല. പിന്നെ നമുക്ക് ചാർജിങ് കേബിൾ പോലെ തന്നെ ഒരു സിം ഇജക്റ്റിംഗ് പിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ്. ബോക്സൊക്കെ വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ്. ബ്ലാക്ക് കളറാണെന്നുള്ളൂ, എന്നാലൊരു നോർമലായിട്ടുള്ള രീതിയിലുള്ള ഫോൺ പോലെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്കിതിൽ പറയാനെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. സോ വിവോ V70 എലൈറ്റ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 50 to 60K റേഞ്ചിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നൊരു ഫോണാണെന്നാണ് എൻ്റെ ഒരു ഒറ്റ നോട്ടത്തിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രീമിയം ലുക്ക്, ഒരു രക്ഷയില്ലാത്ത പ്രീമിയം ലുക്കാണ്. ഒരു 3 കളറിൽ നമുക്കിത് അവൈലബിൾ ആണ്. സോ ആ 3 കളേഴ്സും അടിപൊളിയാണ്. ഇതിൽ നിങ്ങൾക്കത് ഇപ്പോൾ കാണാൻ പറ്റില്ല. ഈ ഒരു ക്യാമറ ബമ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ ഒരു CNC കട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത CNC കട്ട്. ഇത് എയ്റോസ്പേസ് അലൂമിനിയം ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന്മാർ ഇറക്കിക്കണേ. ഒരു എന്താ പറയുക, ഒരു മൈക്രോ ലെവലിൽ പോലും നിങ്ങൾക്ക് ഇതിലൊരു ഒരു പ്രശ്നം ഇതിൻ്റെ ബിൽഡിൽ കാണാൻ സാധിക്കില്ല. അത്രയും പെർഫെക്ഷനായിട്ടാണ് ഇവന്മാർ ആ ഒരു അലൂമിനിയം ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ പ്രീമിയം ലുക്കിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ, ഇതിൻ്റെ അൾട്ടിമേറ്റ് ആണ്. പിന്നെ നമ്മുടെ ഓപ്പോൻ്റെ റെനോ സീരീസിൻ്റെ ഒരു ഫേസ് കട്ട് വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ കേർവ്സ് ഒക്കെ കണ്ടിട്ട് നമുക്ക് OnePlus 15 ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലും എനിക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രീമിയം ഫീല് അത് വേറെ ലെവലാണ് ഗൈസ്. സോ ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് IP69 റേറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഡിസൈനിങ്ങിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കിടുക്കാച്ചി ഡിസൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഫോണുകളിൽ ഈ ഡയമൻസിറ്റിയുടെ 9000 സീരീസും 8000 സീരീസൊക്കെയാണ് ഇപ്പോൾ BBKയുടെ ഫോണുകളിൽ വരുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റിന് ഭയങ്കര ഡിമാൻഡഡ് ആയിരുന്നു ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ചിപ്സെറ്റിൻ്റെ പ്രൊഡക്ഷൻ ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു കൊറോണ സമയത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ആ ഒരു ടൈമിലൊക്കെയാണ് ഡയമൻസിറ്റി പതുക്കെ റിസർച്ചൊക്കെ നടത്തിയിട്ട് അവന്മാരുടെ സാധനങ്ങളൊക്കെ അടിപൊളിക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ പെർഫോമൻസ് ലെവൽ ഏകദേശം കട്ടയ്ക്ക് പിടിക്കുന്ന പോലെ ആയത്. മാത്രമല്ല ഒരുപക്ഷെ ഈ ആ ഒരു ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലാഭം കൂടുതലുണ്ടായിരിക്കുന്നതുകൊണ്ടായിരിക്കും BBKയുടെ എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഡയമൻസിറ്റിയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. വളരെ ചുരുക്കം ഫോണുകളിൽ ലൈക്ക് OnePlusൻ്റെ 15 സീരീസിലൊക്കെയാണ് നമ്മൾ ഈ സ്നാപ്ഡ്രാഗനെ ഇപ്പോൾ കണി കാണാൻ കിട്ടുന്നുള്ളൂ. സോ ഈ പറഞ്ഞ S26 അൾട്ര വരുമ്പോഴും ചിലപ്പോൾ അതിൽ എക്സിനോസ് ആയിരിക്കും, ചിലപ്പോൾ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും എന്നൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഒരു ചിപ്സെറ്റ് വെച്ചുകൊണ്ടൊരു ഫോൺ വന്നിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് ഏതൊക്കെ വെച്ചിട്ടാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫോണുണ്ട് 35,000 ഇറങ്ങിയ ഫോണ്. സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് 35,000 ഫോണിന്. ഞാനത് ആക്ച്വലി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചിപ്സെറ്റ് വന്നിട്ടുള്ള ഫോണിനെ പറ്റിയിട്ടുള്ള റിവ്യൂ വീഡിയോ. അതിന് താഴെ ഒരുപാട് പേര് കമൻറ്റിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക ഗൈസ്, ആ ഒരു ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്ക് ആ ഒരു പ്രൈസ് ഉണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അക്സെപ്റ്റ് ദ റിയാലിറ്റി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ സ്റ്റോറേജിൻ്റെ പ്രൈസും റാമിൻ്റെ പ്രൈസും കൊണ്ടൊക്കെ ആയിരിക്കാം. സംഭവം പ്രൈസ് ഉണ്ട്. കാരണം അതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, പിന്നെ ഇറങ്ങിയിട്ടുള്ളൊരു ഫോണ് ഈ പറഞ്ഞ പോലെ ഡയമൻസിറ്റിയുടെ 700 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ച് വന്ന ഫോണും ഒരു 28,000 പ്രൈസ് വന്നേക്കണേ. അതിനും കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ക്യാമറയൊക്കെ സിംഗിൾ ക്യാമറയും അല്ലെങ്കിൽ ഒരു മാക്രോ ലെൻസ് അല്ലെങ്കിൽ ചെറിയൊരു വൈഡ് ലെൻസ് ഒക്കെ ഉള്ളൂ. സോ പുതിയതായിട്ട് ഇറങ്ങുന്ന ഫോണുകളുടെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഫെബ്രുവരി 19 ലോഞ്ച് ചെയ്യുന്നത്.
അത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രൈസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലാണ് നമുക്കിതൊരു വാല്യൂ ഫോർ മണി ഫോണാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഫോണും വരുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നല്ല പ്രൈസിങ്ങിലാവാൻ ചാൻസ് ഉണ്ട്. സോ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ എന്ത് ക്ഷമിക്കണം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ പ്രൈസിങ് വന്നതിന് ശേഷം കാണണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റിലൊന്ന് ഇട്ട് ഞാനത് പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അപ്പോൾ പിടിച്ച് കമൻറ്റിൽ ഇടാം. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഒരു ചിപ്സെറ്റിലൊരു ഫോൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അതും വിവോൻ്റെ വി സീരീസിൽ V70 എലീറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത്. 4 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം 3 നാനോമീറ്റർ ചിപ്സെറ്റൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാലും 4 നാനോമീറ്റർ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. പിന്നെ UFS 4.1ൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ LPDDR5X റാമിൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ കഴിഞ്ഞ തവണത്തെ V60 ഫോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് 92% ഗ്രാഫിക്സ് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്, ഏകദേശം 20% പെർഫോമൻസ് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇപ്പോൾ ഇവർ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഫോണിനെ പറ്റി പറയുന്നുണ്ട്. സോ നിങ്ങൾ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഈ ഫോൺ ധൈര്യമായിട്ട് എടുക്കാം. ഞാനൊന്ന് ഗെയിം കളിച്ച് നോക്കി. ബട്ട് ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ഹീറ്റിംഗ് നമുക്ക് എന്തെങ്കിലും ഒരു കൂളിംഗ് ഫാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നോർമലി ഇതിൽ ഇത് കൂളിംഗ് ഒക്കെ ആവുന്നുണ്ട്. എന്നാലും കുറച്ച് ലോങ് ടൈമിലേക്ക് നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഞാൻ ഇപ്പോൾ PUBG കളിച്ച് നോക്കി, BGMI കളിച്ച് നോക്കിയപ്പോൾ ഇതിൽ നമുക്ക് സൂപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞ ഫീച്ചറിൽ നമുക്ക് 90 FPS സപ്പോർട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അപ്ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ വരുമായിരിക്കും. സോ പെർഫോമൻസ് മാത്രമല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കൂടുതൽ സംസാരിക്കാം. സോ ഈ ഒരു ചിപ്സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോണ് പെർഫോമൻസ് ആയിട്ട് നിന്ന് അടിപൊളിയാണ്. ഇനി പ്രൈസ് റേഞ്ച് കൂടി മാത്രം അറിഞ്ഞാൽ മതി. സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് വിവോയുടെ V സീരീസിലാണ് നിങ്ങൾ ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നോർമൽ എഡീഷനിൽ, അതായത് വിവോ V70 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. അതിൻ്റെ സ്പെക്ക് ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ കറൻറ്റ്ലി നോക്കിയിട്ടില്ല. ഇതൊന്നും നമ്മൾ ക്യാമറയിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല എന്നാണ് കേട്ടത്. ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് കേട്ടത്. എന്തായാലും ഇതൊരു അടിപൊളി പെർഫോമൻസ് ഫോണാണ്. പിന്നെ ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ നമുക്ക് എഡ്രിനോൻ്റെ 735 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു GPU ആണ് വന്നിട്ടുള്ളത്. എന്താണ് 800 കൊടുക്കാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നോർമലി നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 സീരീസ് ചിപ്സെറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ GPU അഡ്രിനോൻ്റെ 800 സീരീസിൽ ഏതെങ്കിലും ആയിരിക്കാനാണ് ചാൻസ്. ഇപ്പോൾ 735 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ സൂപ്പർ സ്മൂത്തിൽ ഇട്ടാൽ പോലും അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്. ചെറുതായിട്ടൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് HDR ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷാഡോ ലെവലും ആ ഒരു സംഭവം, റേ ട്രേസിങ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രാഫിക്സ് കിട്ടണം. നോർമൽ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റിയും ക്രിസ്മസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൽ വൈബ്രേഷൻ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് വൈബ്രേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മോട്ടറൊക്കെ വെച്ചിരുന്നതാണ്. 4 വൈബ്രേഷൻ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 4D മോട്ടർ സെറ്റപ്പൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് വല്ല കാർ റേസിംഗ് ഒക്കെ വൈബ്രേഷൻ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നേരിട്ട് വൈബ്രേഷൻ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് 6.6 ഇഞ്ച് സൈസിലുള്ള ഒരു OLED പാനലാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 460 PPI നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പിക്സൽ ഡെൻസിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സോ ഡേ ടൈമിലൊക്കെ അടിപൊളിയാണ്. പീക്ക് ബ്രൈറ്റ്നസ് ആണെങ്കിലും 5000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, സെറ്റാണ്. LTPS ഡിസ്പ്ലേ വരുന്നുള്ളൂ, LTPO ഡിസ്പ്ലേ വരുന്നില്ല. ഈ ഒരു പ്രൈസ് കുറച്ചതിൻ്റെ ഒരു കാര്യം കൊണ്ടായിരിക്കാം. 1.5K റെസൊല്യൂഷനാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. സോ ഡിസ്പ്ലേ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം സെറ്റാണ്. ഈ LTPO ഡിസ്പ്ലേ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് നമ്മുടെ വിവോൻ്റെ X200T എന്ന് പറയുന്ന ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി 1.29K റെസൊല്യൂഷനാണ് വരുന്നുള്ളൂ. സോ ആ ഒരു ഫോണ് ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു ഫോണിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി പെർഫോമൻസിൽ, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ക്യാമറ സൈഡിൽ നിന്ന് ഓൾമോസ്റ്റ് സെറ്റാണ് ഈ ഒരു ഫോണ്. സോ ആ ഒരു വിവോ X200T എന്ന് പറയുന്ന ഫോണിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നമ്മൾ വിവോൻ്റെ X200T നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ iQൻ്റെ 15R നമുക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ മിസ്സായി പോയ ഫോണുകളാണ്. അതായത് നമുക്കതൊക്കെ കൂടുതലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫോണുകൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പാർട്ണറെ എനിക്ക് കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. ഈ ഫോണുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ജപ്പാൻ സ്ക്വയറിൽ നിന്നാണ്. സോ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബെസ്റ്റ് പ്രൈസിലും ബെസ്റ്റ് ഓഫറിലൊക്കെ കിട്ടാനായിട്ടും ഇത് പ്രീ ബുക്ക് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാമെന്നാണ്. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നമുക്ക് ഏകദേശം 12 ഷോറൂമാണ് ഉണ്ട്. അത്യാവശ്യം അടിപൊളി ടീമാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയാൻ വന്നപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഇതിൽ നമുക്ക് അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ഞാൻ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ആ ഒരു ക്യാമറ സെക്ഷൻ നമ്മുടെ എല്ലാ വീഡിയോയിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കൂടുതൽ അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. ബട്ട് എന്നാലും ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, 50 മെഗാപിക്സലിൻ്റെ 3x ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാവൈഡും. ഈ 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് HD 30 FPS മാത്രമേ കിട്ടുള്ളൂ. ബാക്കി രണ്ടിൽ നമുക്ക് 4K 60 FPS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വിവോ V70 Liteൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി.
എങ്ങനെയുണ്ട് ക്വാളിറ്റി? സൂപ്പർ. സൂപ്പറാണല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള നല്ല സ്കിൻ ടോണൊക്കെ ഉള്ള വീഡിയോ കിട്ടുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ 4K 60 FPS റിയർ വീഡിയോ. സോ നമുക്ക് ഇതിൽ 2x ക്രോപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3xൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ സ്റ്റെബിലൈസേഷൻ നമുക്ക് ഓണാക്കാൻ സാധിക്കും. ഓണാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ലെവലിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ്ഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പം നമ്മൾ സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ് എടുക്കുന്നത്. ബട്ട് സ്റ്റെബിലൈസേഷൻ ഓണാക്കിയ സമയത്ത് നമുക്ക് ആ ഒരു FPS റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ ഓൺ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയ ഷേക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ 3x ലെൻസിൽ എടുത്തിട്ടുള്ള ചില പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഒന്ന് കാണാം. ഫോട്ടോസ് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആണ്, നല്ല കളേഴ്സും നല്ല ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ X300 അല്ലെങ്കിൽ X200 ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു അൽഗോരിതം അല്ല ഇതിൻ്റെ ഫോട്ടോ പ്രോസസ്സിങ്ങിൽ എന്ന് എനിക്ക് തോന്നി. പകരം നമ്മുടെ ഓപ്പോൻ്റെയൊക്കെ Reno 15 സീരീസിലൊക്കെ വന്നിരുന്ന ആ ഒരു കളർ ടോൺസാണ് എനിക്കിതിൽ കൂടുതലും തോന്നിയത്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അത് നമ്മളിടുന്ന ബൊക്കെ എഫക്റ്റിനൊക്കെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. ബട്ട് ടൈം എടുത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻറ്റ് റിസൾട്ട്. പിന്നെ നമ്മുടെ ഫോട്ടോയിൽ നമുക്ക് മാക്സിമം സൂം ആയിട്ട് 100x കിട്ടുന്നുണ്ട്. എന്നാൽ 100xിലേക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ട്രൈപോഡിനെയും മാത്രമേ അങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. സോ വീഡിയോയിലും ഫോട്ടോയിലും സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവായിട്ട് തോന്നി. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ക്യാമറയെ പറ്റി ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പഞ്ചായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പോർട്രേറ്റ് ഫോട്ടോയിൽ നമുക്ക് നല്ല പ്രോസസ്സിങ് ടൈം വരുന്നുണ്ട്. പ്രത്യേകിച്ച് 100 mm ഇട്ടിട്ട് നമ്മൾ 1.4 ഒക്കെയാണ് സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നല്ല പ്രോസസ്സിംഗ് ടൈം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് വരുന്നുണ്ട്. എന്നാലും ആ ഒരു ഡൈനാമിക് റേഞ്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയിൽ എത്ര നോക്കിയിട്ട് നമ്മുടെ ആ ഒരു പോർട്രേറ്റ് വീഡിയോൻ്റെ ഓപ്ഷൻ കണ്ടില്ല. നമ്മൾ പോർട്രേറ്റ് വീഡിയോ ഓപ്ഷൻ നമ്മുടെ എല്ലാ ഫോണുകളിലും വരാറുണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള വീഡിയോ, ആ ഓപ്ഷൻ ഇതിൽ കണ്ടില്ല. അത് എന്താണ് ഓപ്ഷൻ ഇല്ലാതെയാണോ അത് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അറിയില്ല. അത് നിങ്ങൾക്ക് വല്ലവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. സോ അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. ബാക്കി ഓൾമോസ്റ്റ് ക്യാമറ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ സെറ്റാണോ ഒന്നും പറയാനില്ല. ഫോട്ടോസ് ആണെങ്കിലൊക്കെ നമുക്ക് അടിപൊളിയാണ്. സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസാണ്. ഇപ്പോൾ ഐഫോണൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസ് ടൈം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഫോട്ടോ കുറച്ചുകൂടി ബ്രൈറ്ററായിട്ടും കുറച്ച് പഞ്ചായിട്ടുള്ള കളേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോ ആണ്. സോ ഇതൊക്കെയാണ് ക്യാമറ പറ്റി ഓവറോൾ പറയാനുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോഗ്രാഫ്സ് അതുപോലെ തന്നെ വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഇത്. ക്യാമറ സെറ്റിംഗ്സ് നോക്കുമ്പോൾ നമുക്കൊരു നൈറ്റ് മോഡ് വരുന്നുണ്ട്. സോ നൈറ്റ് മോഡിൽ ഫോട്ടോഗ്രാഫി പോർട്രേറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, 100 mm സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീസിൻ്റെ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ബൊക്കയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ രീതിയിലുള്ള എഡിറ്റിംഗ്, ഫേസ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതും, പിന്നെ നമുക്ക് കുറേ ടോൺസ് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടോൺസിൽ നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ലെൻസിലും ഈ പറഞ്ഞ മാതിരി ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് മാറ്റാനുള്ള കുറച്ച് മോഡുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് പോർട്രേറ്റ് മോഡുള്ളത്. പിന്നെ നമുക്കൊരു ഫോട്ടോ മോഡ് വരുന്നുണ്ട്, പിന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്, പിന്നെ മൈക്രോ മൂവി എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്. നമുക്ക് പോർട്രേറ്റ് വീഡിയോ ഒക്കെ നമുക്ക് ഇതേമാതിരി എഫക്റ്റ് ഒക്കെ എടുക്കാനായിട്ടുള്ളൊരു പരിപാടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇതാണ് നമ്മുടെ ബാക്കി സെറ്റിങ്സ് ഒക്കെ വരുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ബാറ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് 6500 mAh ഒരു ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നോർമൽ തിക്നെസ് ആണ് ഫോൺ വരുന്നത്. എന്നാലും നല്ല അടിപൊളി ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ചാർജർ നമുക്ക് ഓൾറെഡി ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വയർലെസ് ചാർജിങ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും. സോ വയർലെസ് ചാർജിങ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വയർലെസ് ചാർജർ എടുത്ത് പെട്ടിയിലിട്ട് പൂട്ടി അലമാരി വെക്കേണ്ടി വരും. ഇത് വയർലെസ് ചാർജിങ് ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് വഴി അറിയിക്കാം. സോ അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് ബൈപ്പാസ് ചാർജിങ് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചാർജ് കുത്തിയിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററി ഡാമേജ് ആവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി അണ്ടർ പ്രൊട്ടക്ഷനിലായിരിക്കും. പകരം നമ്മുടെ ചാർജറിൽ നിന്നുള്ള പവർ നേരിട്ട് ഇതിനെ പോയി ഇവിടെ നമ്മുടെ ആ ഒരു ചിപ്പിൽ വന്നിട്ട് ആ ഒരു പവർ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. പേടിക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി വേണ്ടി കണക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ചാർജർ മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ച് ബാറ്ററിക്ക് വരും. അത് കൂടുതലും ഗെയിമേഴ്സിനൊക്കെയാണ് കൂടുതൽ യൂസ് ആവുക. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുത്തിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ബാറ്ററിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ബാറ്ററിക്ക് അതൊരു ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഹീറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഒഴിവാക്കാം. നേരിട്ടുള്ള ചാർജിങ് ഉണ്ട്, പല ഫോണുകളിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞൊന്നുമില്ല. ഇനി ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് പറയാനില്ല. അടിപൊളി തന്നെയാണ്. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെറ്റാണ് സോഫ്റ്റ്വെയർ. എനിക്ക് വലിയ എന്താ പറയുക, അതിനെപ്പറ്റി വലിയ സംസാരിക്കാമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല ഇൻ സെൻസ് അടിപൊളിയാണ്. അത് എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഞാൻ ഇനി കൂടുതൽ എന്ത് പറയാനാണ്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അടിപൊളിയാണ്. എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ OnePlusൻ്റെ 15 യൂസ് ചെയ്ത പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു ഫോൺ എടുത്താലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്യാമറ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റാണ്. ഇതിൽ നമുക്ക് സീസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സയസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൽ മറ്റേ ഹാസൽ ബ്ലേഡ് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ട് അതിൽ വേറെ പരിപാടിയൊന്നുമില്ല. അവരുടെ എന്തൊരു എഞ്ചിനൊക്കെയാണ് പറയുന്നത്.
സോ അതെടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു സീസിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ സീസിൻ്റെ സപ്പോർട്ടിൽ തന്നെ നമുക്ക് 4K വീഡിയോ പരിപാടികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ AI ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോട്ടോൻ്റെ ഉള്ളിൽ ഫ്ലവർ വരുത്തുക, ഫോട്ടോൻ്റെ സീസൺ മാറ്റുക, ഫോട്ടോൻ്റെ എന്താ പറയുക അതിൻ്റെ ലൈറ്റിങ് HDR വീഡിയോസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക AI ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സീനറിയും മറ്റേ അതിൻ്റെ കളർ ടോൺസും കാര്യങ്ങളൊക്കെ മാറ്റുക. അങ്ങനെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഇതിലുണ്ട്. സോ OS ഒക്കെ സെറ്റാണ്. നമുക്ക് നോർമൽ ഫോട്ടോ എഡിറ്റിംഗ് AI പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ടാസ്കുകൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോണിന് തോന്നിയിട്ടുള്ള ചില നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറക്റ്റായിട്ട് റിവീൽ ആവാത്ത കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 50 to 60 ഇടയിൽ വരുന്നതാണ് ഇപ്പോൾ ഞാൻ പല റൂമറും കേൾക്കണേ. പക്ഷേ അതെനിക്ക് ഒരു ഉറപ്പില്ല ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും റൂമർ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. സോ ആ ഒരു പ്രൈസ് റേഞ്ച് കേട്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇതൊരു 85,000 രൂപയ്ക്ക് ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 75,000 രൂപയ്ക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്കിത് വലിയ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ വിവോ X300 ഒക്കെ ഉള്ള കാരണം എന്തായാലും ആ X300 സീരീസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ വരാനാണ് സാധ്യത. മനസ്സിലായോ? സോ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു X200T എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിലായിരിക്കും ഒരു പക്ഷേ ഇത് വരാൻ പോകുന്നുണ്ടാവുമെന്നാണ് പറഞ്ഞത്. വിവോൻ്റെ V സീരീസ് ആയതുകൊണ്ട് നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോണിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി കാരണം പറഞ്ഞാൽ ഈ വയർലെസ് ചാർജിങ് ഇല്ലാത്ത ഒരു പരിപാടി എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഹീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത്. സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് നല്ല പെർഫോമൻസ് വെച്ച് അടിച്ച് വിടുന്ന സമയത്ത് ഹീറ്റിംഗ് വരുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയ നെഗറ്റീവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. പിന്നെ എനിക്ക് തോന്നിയത് മറ്റേ മാക്സിമം സൂം ലെവലിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് AI പരിപാടി AIയുടെ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നി. സോ ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് വരുന്നത് ഗൈസ്. ഡിസ്പ്ലേ അത്യാവശ്യം സെറ്റാണ് ഗൈസ്. അതുപോലെ തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ബാറ്ററി അത്യാവശ്യം സെറ്റാണ്. അതുപോലെ തന്നെ സൈസിൻ്റെ സപ്പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ വാങ്ങിച്ച് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും, ഒരു രക്ഷയില്ല. ലുക്ക് വൈസ് സാധനം സെറ്റാണ്. അതുപോലെ തന്നെ AI ക്യാമറ മോഡ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു 50 to 60 റേഞ്ചിൽ വരികയാണെങ്കിൽ, കാർഡ് ഓഫറിലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയതിൽ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണെന്ന് എനിക്ക് വിളിക്കാൻ തോന്നിയത് ഇവനെയാണ്. അതിൻ്റെ ഒറ്റ റീസൺ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 ചിപ്സെറ്റ് ഉള്ളതുകൊണ്ടാണ്. കാരണം എല്ലാവരും ഡയമണ്ട്സിറ്റിയുടെ മുകളിൽ പിടിച്ചേക്കാണ്. അപ്പോൾ വിവോക്കാരി എന്താ പറയുക, മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കണം ആൾക്കാർക്ക്. ഡയമണ്ട്സിറ്റി വേണവർ അങ്ങോട്ട് പോക്കോ, സ്നാപ്ഡ്രാഗൺ വേണമെങ്കിൽ ഇങ്ങോട്ട് പോക്കോ. ഈ ഒരു ഫോണിൻ്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ വിവോ X200T ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം രണ്ടിലും സൈസിൻ്റെ സപ്പോർട്ട്, രണ്ടിലും ക്യാമറകൾ ഓൾമോസ്റ്റ് സെയിം. ഇതിൽ 8 മെഗാപിക്സലിനാണ് അതിന് വൈഡ്, അതിൽ 50 മെഗാപിക്സലിൻ്റെ വൈഡാണ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിലും ക്യാമറ നോക്കുകയാണെങ്കിലും പൊടിക്ക് കൂടുതൽ ഇവനാണ്. ക്യാമറ അല്ല, ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും അതും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം ആ ഒരു സെഗ്മെൻറ്റിലാണ്. അത് X200T എന്നുകൊണ്ട് അത് അങ്ങനെ പോയി, X സീരീസിൽ വിട്ടു, ഇത് V സീരീസിലേക്ക് വിട്ടുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, സോ സെറ്റാണ് ഗൈസ്. ഒരു 50 to 60 പ്രൈസിൽ വരികയാണെങ്കിൽ ഈ ഒരു ഫോണ് വേറെ ലെവലാണ്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോൺ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതുപോലെ നമ്മുടെ റിവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ, ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, നമുക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണോ എന്നൊക്കെ നിങ്ങൾ സജഷൻ പറഞ്ഞോളൂ. നിങ്ങൾ എപ്പോഴും, എനിക്കറിയാം കുറേ ആൾക്കാർ എന്നെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എന്നെ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് അടിപൊളിയാണ്. സോ ഇവൻ എന്തായാലും ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വിവോ X300 കുറച്ച് സെയിൽസ് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മാതിരി ലുക്കും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് ഇല്ല, നോർമൽ 3x ടെലിഫോട്ടോ ലെൻസ് ഉള്ളൂ. അതും നമുക്ക് നോക്കുമ്പോൾ സെൻസറൊക്കെ ഒരു നോർമൽ സെൻസർ പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ 3x സൂമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 10x ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം സെറ്റാണ്, ഒന്നും പറയാനില്ല. 10x നമുക്ക് ആ ഒരു സെയിം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റിൽ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവന്മാർ ചെറുതായിട്ടൊന്ന് AI പ്രോസസ്സിങ് ചെയ്ത് നമ്മുടെ കണ്ണൊക്കെ ഒന്ന് ഷാർപ്പാക്കും. അല്ലാത്ത സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. വീഡിയോ എടുക്കാനും സെറ്റാണ്. എപ്പോഴും നമുക്ക് വിവോൻ്റെയും ഓപ്പോൻ്റെ ഒക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ല ബ്രൈറ്ററായിട്ടിരിക്കും. നമുക്ക് വെയിലൊക്കെ കൊണ്ട് കുറച്ച് ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ ഫ്രണ്ട് ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഫ്രണ്ട് ക്യാമറ. വീഡിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനാണ്. ഇവന്മാർ അത് കുറച്ചുകൂടി ബ്രൈറ്ററായിട്ടൊക്കെ തരുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് സെറ്റപ്പായിട്ട് തോന്നി. സോ അത്ര പറയാനുള്ള ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം, അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ കാണാം. ഈ ഒരു ഫോൺ നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലേറ്റ് ആയാലും ഞാൻ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്.